VIP ലോഞ്ച്, 500-ലധികം പേർക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഡൈനിങ് ഹാൾ, വിശാലമായ ആംഫി തിയേറ്റർ, 200-ലധികം വണ്ടികൾക്കുള്ള പാർക്കിംഗ് ഏരിയ, 300-ഓളം സീറ്റുകളുള്ള റോയൽ ഗസിബോ, 7 ലക്ഷറി സ്യൂട്ട് റൂംസും. കണ്ടാക്ട് നൗ ഫോർ ബുക്കിംഗ്. കർഷക സംഘം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള സെമിനാറുകൾക്ക് തുടക്കമായി. ആദ്യ സെമിനാർ കൂറ്റനാട് നടന്നു. അഖിലേന്ത്യാ കിസാൻ സഭ ജനറൽ സെക്രട്ടറി ഡോക്ടർ വിജു കൃഷ്ണൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. കർഷക സംഘം പാലക്കാട് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായാണ് കൂറ്റനാട് സെമിനാറുകൾ ആരംഭിച്ചിരിക്കുന്നത്. കാർഷിക മേഖലയും കോർപ്പറേറ്റുകളും എന്ന വിഷയത്തിൽ കഴിഞ്ഞ ദിവസം സെമിനാർ സംഘടിപ്പിച്ചു. അഖിലേന്ത്യാ കിസാൻ സഭ ജനറൽ സെക്രട്ടറി ഡോക്ടർ വിജു കൃഷ്ണൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. മോദി സർക്കാരിന്റെ 12 വർഷത്തെ BJP ഭരണത്തിൽ 10 ലക്ഷം പേർ രാജ്യത്ത് ആത്മഹത്യ ചെയ്തിട്ടുണ്ടെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ഡോക്ടർ വിജു കൃഷ്ണൻ കുറ്റപ്പെടുത്തി. 5 ലക്ഷം പേർ കർഷകരും 3 ലക്ഷം കർഷക തൊഴിലാളികളും 1 ലക്ഷം മറ്റു തൊഴിലാളികളുമാണ് രാജ്യത്തെ ആത്മഹത്യ ചെയ്തതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കാർഷിക പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാവുന്നതാണ് നമ്മൾ കണ്ടത്. കഴിഞ്ഞ 12 വർഷങ്ങൾക്കിടയിൽ മോദി സർക്കാരിന്റെ കണക്ക് പ്രകാരം 5 ലക്ഷത്തിലധികം കർഷകരും കർഷക തൊഴിലാളികളും ദിവസക്കൂലിക്ക് തൊഴിൽ എടുക്കുന്നവരും ആത്മഹത്യ ചെയ്തു എന്നാണ് മോദി സർക്കാരിന്റെ കണക്ക്, നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക്. ഇതിനേക്കാളും ഭയാനകമാണ് സത്യാവസ്ഥ. എന്തെന്നാൽ നിരവധി സംസ്ഥാനങ്ങൾ സത്യം തുറന്നു പറയാൻ തയ്യാറല്ല. പശ്ചിമ ബംഗാളിലും ബീഹാറിലും ഗുജറാത്തിലൊക്കെ നിരവധി ആത്മഹത്യകൾ ഉണ്ടെങ്കിലും നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ രജിസ്റ്ററിൽ ഒരു ആത്മഹത്യയില്ല എന്നാണ് കാണിക്കുന്നത്. ദിവസക്കൂലിക്ക് തൊഴിലെടുക്കുന്ന തൊഴിലാളികൾ, ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലോട്ട് തൊഴിൽ തേടി വരുന്ന പലായനം ചെയ്തു വരുന്നവർ 3.5 ലക്ഷത്തിലധികം തൊഴിലാളികളാണ് ഈ 12 വർഷങ്ങൾക്ക് ഇടയിൽ ആത്മഹത്യ ചെയ്തു എന്നാണ് മോദി സർക്കാരിന്റെ കണക്ക്. ഇതിൽ 12 സംസ്ഥാനങ്ങളിലെ കണക്ക് മാത്രമേ. അപ്പോ ശരിക്കുള്ള സ്ഥിതി എത്രത്തോളം ഭയാനകമായിരിക്കും. 5 ലക്ഷമല്ല, ചുരുങ്ങിയത് 10 ലക്ഷമെങ്കിലും കർഷകരും കർഷക തൊഴിലാളികളും ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു ഈ 12 വർഷങ്ങൾക്കിടയിൽ എന്നാണ്. കർഷകരുടെ ആത്മഹത്യയിൽ സ്ത്രീകളും ഭൂരഹിതരും പാട്ടകൃഷിക്കാരും ആദിവാസി കർഷകരൊന്നും ഉൾപ്പെടുന്നില്ല. അപ്പൊ നമ്മൾക്ക് മനസ്സിലാവും ഈ 1.5 ലക്ഷം എന്ന് പറയുമ്പോൾ അതിനേക്കാളും കൂടുതലാണ് ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കർഷകർക്ക് സ്വാമിനാഥൻ കമ്മീഷൻ ശുപാർശ ചെയ്ത മാതിരി ഉൽപാദന ചെലവിനേക്കാളും 50% കൂടുതൽ താങ്ങുവില ഉറപ്പുവരുത്തുമെന്ന് പറഞ്ഞു വന്ന ഒരു സർക്കാർ ഇതുവരെ ആയിട്ട് അത് നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല. അത് നടപ്പിലാക്കാൻ ഒരു വിധത്തിലും ഒരു ശ്രമം പോലും നടത്താതിരിക്കുന്ന ഒരു സർക്കാരാണ്. കൃഷിനാശം സംഭവിച്ചാൽ ഇൻഷുറൻസ് നൽകുന്നു. കർഷകർക്ക് ഇൻഷുറൻസ് നൽകുന്നതിന് പകരം എന്താ സംഭവിക്കുന്നത്? വൻകിട ഇൻഷുറൻസ് കമ്പനികൾക്ക് ഏകദേശം 67,000 കോടിയുടെ ലാഭമാണ് 2017-നും 2022-നും ഇടയിൽ വൻകിട കോർപ്പറേറ്റ് ഇൻഷുറൻസ് കമ്പനികൾക്ക്. കെ ജയദേവൻ വിഷയാവതരണം നടത്തി. സംഘാടക സമിതി ചെയർമാൻ TP മുഹമ്മദ് അധ്യക്ഷനായിരുന്നു. ജില്ലാ സെക്രട്ടറി MR മുരളി, ജില്ലാ പ്രസിഡന്റ് KD പ്രസേനൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ജോസ് മാത്യൂസ്, ശോഭന പ്രസാദ്, ജില്ലാ കമ്മിറ്റി അംഗം U അജയകുമാർ, ജില്ലാ നിർവാഹക സമിതി അംഗം A കൃഷ്ണകുമാർ, PK ബാലചന്ദ്രൻ, K ഷംസു, TK നാരായണദാസ്, PN മോഹനൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. മുതിർന്ന നേതാവ് C അച്യുതനെ ചടങ്ങിൽ ആദരിച്ചു. കോഴിക്കോട് ചിലങ്ക ഫ്ലോട്ടിംഗ് തിയേറ്ററിന്റെ നാടകം മിസൈം അരങ്ങേറി.